Dear students, നിങ്ങൾ തെർമോഡൈനാമിക്സിൻ്റെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വീഡിയോ കണ്ട് നന്നായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ നോക്കി നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം വെൻ 1. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ആണ് കൊടുത്തേക്കുന്നത്. No heat is absorbed by the system from the surroundings, but work W is done on the system. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കാണണം. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിക്കുള്ള എക്സ്പ്രഷൻ കിട്ടുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നല്ലേ. എന്താ ഫസ്റ്റ് ലോ? അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എല്ലാവർക്കും അറിയാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇനി ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാനുള്ള 3 മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോഴുള്ള സൈൻ കൺവെൻഷൻ എന്താണെന്നുള്ളതും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കൂ. നോ ഹീറ്റ് ഈസ് എബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. ഹീറ്റ് എന്നുള്ളതിനെ ക്യൂ എന്നുള്ള ലെറ്റർ കൊണ്ടും വർക്കിനെ ഡബ്ല്യു എന്നുള്ള ലെറ്റർ കൊണ്ടുമാണ് നമ്മൾ മെൻഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? നോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്, ക്യൂ ഈസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ വർക്ക് ഡബ്ല്യു ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് പറയുന്നത്. വെൻ എ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ഡബ്ല്യു മസ്റ്റ് ബി ടേക്കൺ ആസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. കാരണം ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി ഗെറ്റ്സ് ഇൻക്രീസ്ഡ്. എപ്പോഴും ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ വർക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നത് എന്തും പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ വർക്ക് പോസിറ്റീവാണ്, പ്ലസ് ഡബ്ല്യു ആണ്. സോ വാട്ട് ഈസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി? ഡെൽറ്റ യു ഈക്വൽ ടു 0 പ്ലസ് ഡബ്ല്യു. നോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. സോ ഡെൽറ്റ യു ഈക്വൽ ടു W. കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് വോൾ ഡസ് ദ സിസ്റ്റം ഹാവ്? എന്ത് ടൈപ്പ് ഓഫ് വോളാണ് ഉണ്ടാവുന്നത്? നോക്കൂ. ഇവിടെ നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇൻസുലേറ്റഡ് വോളാണ്. ഇൻസുലേറ്റഡ് വോൾ എന്നുള്ളതിന് വേറൊരു വേർഡ് നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്? അഡയബാറ്റിക് വോൾ. അപ്പോൾ ഇതിൻ്റെ വോൾ എന്താണ്? കണ്ടക്ഷൻ ഇല്ലാത്ത അഡയബാറ്റിക് വോൾ. അഡയബാറ്റിക് വോൾ. ക്ലിയർ ആയില്ലേ? ഇതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹിയർ നോ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഡബ്ല്യു ആണ് 0 വരുന്നത്. ബട്ട് ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദ സിസ്റ്റം. ഹീറ്റ് സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ്. ആൻഡ് ഗിവൺ ടു ദ സറൗണ്ടിങ്സ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം? ഡിക്രീസസ്. ഹീറ്റ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഡെൽറ്റ യു നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഡെൽറ്റ യു ഈക്വൽ ടു ഹീറ്റ് പുറത്തേക്ക് പോകുന്നു. സോ ഇറ്റ്സ് സൈൻ ഈസ് നെഗറ്റീവ്. സോ ഹിയർ ക്യൂ എന്നുള്ളത് മൈനസ് ക്യൂ ആയിട്ട് മാറുന്നു. നോ വർക്ക് ഈസ് ഡൺ. ഡബ്ല്യു ഈക്വൽ ടു 0. സോ ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ. ഇനി നോക്കൂ. അതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് വോൾ ഡസ് ദ സിസ്റ്റം ഹാവ്? ഇവിടെ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ചെയ്യേണ്ട സറൗണ്ടിങ്സ് ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വാൾസ് എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് ആണ്. സോ ഇറ്റ് ഹാസ് എ വാൾ വിച്ച് ഈസ് തെർമലി കണ്ടക്റ്റിംഗ്. തെർമലി കണ്ടക്റ്റിംഗ് വാളാണുള്ളത്. ദ വാൾ ഈസ് തെർമലി കണ്ടക്റ്റിംഗ്. ക്ലിയർ ആയില്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡബ്ല്യു എമൗണ്ട് ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം and Q amount of heat is supplied to the system. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബൈ ദ സിസ്റ്റം ആണ്. സോ ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ് ആൻഡ് ഹെൻസ് ഡബ്ല്യു ഈസ് നെഗറ്റീവ്. സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു നെഗറ്റീവ് ആണ്. വാട്ട് അബൌട്ട് ക്യൂ? ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസസ്. So Q must be taken as positive. So delta U equal to positive Q. So you have to write Q only. Q.
and work is done by the system. W is negative, so W negative, Q minus W, delta U equal to Q minus W. ക്ലിയർ ആയില്ലേ? ഇനി അതിൻ്റെ കൂടെ ചോദിച്ചിരിക്കണം വാട്ട് ടൈപ്പ് ഓഫ് സിസ്റ്റം വുഡ് ഇറ്റ് ബി. വോളല്ല ചോദിച്ചിരിക്കുന്നത്, സിസ്റ്റം. നമ്മൾ 3 ടൈപ്പ് ഓഫ് സിസ്റ്റം ഡിസ്കസ് ചെയ്തു. ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ്. ഇൻ ടേംസ് ഓഫ് എനർജി ആൻഡ് മാറ്റർ ആണ്. അപ്പോൾ ഇവിടെ സിസ്റ്റം എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, മാറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ മാറ്റർ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അപ്പോൾ എനർജി മാത്രം എക്സ്ചേഞ്ച് ചെയ്യുന്നു, മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സിസ്റ്റമാണ് closed system. So the system that we are considering here is a closed system. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സൈൻ കൺവെൻഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും, സിസ്റ്റത്തിനെ കുറിച്ചും ഓർമ്മ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ വാക്വം. വാക്വത്തിൽ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും വർക്ക് ഡൺ നോക്കാം നമുക്ക്. വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രഷർ ഇല്ല. എക്സ്റ്റേണൽ പ്രഷർ ഇസ് ഈക്വൽ ടു 0 ആണ്. അവിടെ എയർ മോളിക്യൂൾസ് ഒന്നും ഇല്ലാത്ത കാരണം പ്രഷർ ഇല്ല. സോ വർക്ക് ഡൺ നിങ്ങൾക്കറിയാം, വർക്ക് ഡണ്ണിനുള്ള എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി ആണ് അല്ലേ. അപ്പോൾ വാക്വത്തിലൊരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ പ്രഷർ 0 ആവുമ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് 0 ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു 0. ആൻഡ് വർക്ക് ഡൺ 0 ആവുമ്പോൾ, എപ്പോഴാണ് വർക്ക് ഡൺ 0 ആവുന്നത്? വെൻ എ ഗ്യാസ് എക്സ്പാൻഡ്സ് ഇൻ വാക്വം the work done is equal to 0. Such an expansion can be called as free expansion. So what is free expansion? When a gas expands in vacuum, the work done will be equal to 0 and such an expansion is called free expansion. ഇനി നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ഈ ഓരോ ടേംസും എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കൂ, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യുവിനെ നമുക്ക് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യുവിനുള്ള എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതിക്കൂടെ? നമുക്ക് എഴുതാം. ഇനി ഒരു സിസ്റ്റം ഒരു ഹീറ്റ് എബ്സോർബ് ചെയ്യുന്നു അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം. കോൺസ്റ്റൻറ്റ് വോള്യത്തിൽ എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇസ് എബ്സോർബ് ബൈ എ സിസ്റ്റം. ദെൻ യു ക്യാൻ റൈറ്റ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി. വി എന്ന് പറയുന്നത് എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം. എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വോള്യമാണ്. കോൺസ്റ്റൻറ്റ് വോള്യം മീൻസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ വോള്യം. Delta V is the change in volume. So at constant volume, change in volume will be equal to 0. Delta V is equal to 0. So delta U equal to QV minus P external into 0. Isn't it? So delta U is equal to QV minus P external into 0 equal to 0. So delta U is equal to QV. ഇത് തെർമോഡൈനാമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, മറക്കാൻ പാടില്ല. ക്യൂ വി, ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഒരു സിസ്റ്റം കോൺസ്റ്റൻറ്റ് വോള്യത്തിൽ ഏതെങ്കിലും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ആ ഫോമിൽ ഇങ്ങോട്ട് പഠിച്ചു വെച്ചാൽ കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് ഓർമ്മ വരും. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി. ഇനി നമുക്ക് വേറൊരു കണ്ടീഷനിൽ ഡെൽറ്റ യു, ക്യൂ ആൻഡ് ഡബ്ല്യു ഒക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ആണ്. ഐസോതെർമൽ ടേം ഓർമ്മയുണ്ടല്ലോ. ഫ്രീ എക്സ്പാൻഷൻ. വാട്ട് ഈസ് ഫ്രീ എക്സ്പാൻഷൻ? Free expansion means expansion in vacuum. Here work done is equal to 0. Isothermal means, iso means same
temperature. So isothermal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് there will not be change in internal energy. Delta U can be taken as 0. ജൂൾ എന്നുള്ള സയൻറ്റിസ്റ്റ് എക്സ്പെരിമെൻ്റലായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഐസോതെർമൽ കണ്ടീഷനിൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0 ആണെന്ന്. ഇനി ഫസ്റ്റ് ലോ നമുക്ക് എഴുതാൻ അറിയാം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഹിയർ ദ കണ്ടീഷൻ ഈസ് ഫ്രീ എക്സ്പാൻഷൻ, സോ വർക്ക് ഡൺ ഈക്വൽ ടു 0. ദെൻ ഐസോതെർമൽ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു ഡെൽറ്റ യു ഈക്വൽ ടു 0. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 0 ഈക്വൽ ടു ക്യൂ പ്ലസ് 0, that is Q is also equal to 0. So in isothermal free expansion of an ideal gas, you can take delta U, Q and W equal to 0. ഈ മൂന്ന് ടേമും 0 ആയിരിക്കും എപ്പോൾ ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷനിൽ. ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ, ഇതൊരു കണ്ടീഷൻ, നെക്സ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ഐസോതെർമൽ irreversible process. Isothermal irreversible process. ഫസ്റ്റ് ലോ എടുക്കുന്നു ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. വർക്ക് ഡൺ മൈനസ് പി ഡെൽറ്റ വി ആണ്. മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. Since the process is isothermal, you can write delta U equal to 0. So 0 equal to Q minus P external into delta V. So Q is equal to P external into delta V. ഇത് വേറൊരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ഡെൽറ്റ വി എന്നുള്ളതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം P external ഇൻറ്റു വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ. എപ്പോഴും ചേഞ്ച് ഇൻ വോള്യം എന്ത് ചേഞ്ചും ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. സോ ഇറ്റ് ഈസ് ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ ഐസോതെർമൽ റിവേഴ്സിബിൾ കേസാണ്. ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സാണ്. Again, write the expression for first law. Delta U equal to Q plus W. W reversible ആണ്. Isothermal conditionൽ delta U equal to 0. Then you can write Q is equal to minus W reversible equal to minus W reversible. Work done in the case of reversible process നമ്മൾ ഡിറൈവ് ചെയ്തു. എന്താണ് ഡിറൈവ് ചെയ്തത്? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2.303 NRT ലോഗ് വി എഫ് ഡിവൈഡഡ് ബൈ വി ഐ ഫൈനൽ വോള്യം ബൈ ഇനിഷ്യൽ വോള്യം. മൈനസ് ഓഫ് മൈനസ് ഇസ് പ്ലസ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2.303 NRT ലോഗ് വി എഫ് ബൈ വി ഐ. അപ്പോൾ ഇതും ക്ലിയർ ആയല്ലോ. അപ്പോൾ മൂന്ന് കണ്ടീഷൻ പറഞ്ഞു. ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ, ഐസോതെർമൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സ്, ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സ്. ഇനി നമുക്ക് ഒരു കണ്ടീഷനും കൂടിയും നോക്കാം. ആ കണ്ടീഷനിൽ എക്സ്പാൻഷൻ നടക്കുന്നത് ഏത് കണ്ടീഷൻ? അഡയബാറ്റിക് കണ്ടീഷനിലാണ് എക്സ്പാൻഷൻ നടക്കുന്നത്. അഡയബാറ്റിക് കണ്ടീഷൻ. എന്താണ് അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? A process in which there is no exchange of heat between the system and surroundings. Q equal to 0. There is no exchange of heat between the system and surroundings. Then delta U is equal to Q plus W ആണ് first law according to first law. And the process is adiabatic process. Adiabatic processൽ there is no exchange of heat between the system and surroundings നമ്മൾ പഠിച്ചിട്ടുണ്ട്. So you can take Q as 0. Exchange of heat 0. Q equal to 0. Then delta U is equal to W. So work done in adiabatic process ഇങ്ങനെ എഴുതാം നമുക്ക്. Equal to change in internal energy ആണ്.
work done in an adiabatic process is equal to change in internal energy. Delta U equal to W adiabatic. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു delta U is equal to QV എന്നുള്ളതും കൂടി നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും ഓർമ്മയുണ്ടാവണം. delta U equal to QV, that is the quantity of heat absorbed at a constant volume is used for increasing internal energy. അതുപോലെ തന്നെ അഡയബാറ്റിക് വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി തന്നെയാണ്. നെക്സ്റ്റ് ന്യൂ ടേം ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ഈസ് എൻതാൽപ്പി. എൻതാൽപ്പിക്കുള്ള സിമ്പിൾ എച്ച് ആണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച തെർമോഡൈനാമിക് ടേം ഇൻറ്റേർണൽ എനർജി ആയിരുന്നു. യു എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻറ്റേർണൽ എനർജിയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിറൈവ് ചെയ്തു. അതിനുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത് വരുന്ന ടേമാണ് എൻതാൽപ്പി. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഈസ് ദ എനർജി ഓഫ് എ സിസ്റ്റം ഡ്യൂ ടു ഇറ്റ്സ് നേച്ചർ ആൻഡ് സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അതിന് ഒരു തരത്തിൽ എല്ലാ തരത്തിലുള്ള എനർജിയും കൂടിയതാണ് ഇൻറ്റേർണൽ എനർജി പറഞ്ഞു. ഈ ഇൻറ്റേർണൽ എനർജിയുടെ കൂടെ പ്രഷർ വോള്യൂം എനർജിയും കൂടിയും കൂടിയതാണ് എൻതാൽപ്പി. സോ എൻതാൽപ്പി എച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജിയുടെ കൂടെ പ്രഷർ വോള്യൂം എനർജിയും കൂടിയും ആഡ് ചെയ്തതാണ് എൻതാൽപ്പി. സോ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് ദ സിസ്റ്റം എന്നും കൂടി മീനിങ് ഉണ്ട്. സോ വാട്ട് ഈസ് എൻതാൽപ്പി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയാം. മാത്തമെറ്റിക്കലി എൻതാൽപ്പി ഈസ് ദ സം ഓഫ് യു ആൻഡ് പി വി, ഇൻറ്റേർണൽ എനർജി പ്ലസ് പ്രഷർ വോള്യൂം എനർജി. ഇൻറ്റേർണൽ എനർജിയുടെ പോലെ തന്നെ എൻതാൽപ്പിയുടെയും അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് കാണാനായിട്ട് പറ്റില്ല, എച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഡെൽറ്റ എച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നാണ് വരുന്നത്. ഈ എൻതാൽപ്പി എന്നുള്ള ടേം കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഇൻറ്റേർണൽ എനർജി, നമ്മൾ നേരത്തെ പഠിച്ച ഇൻറ്റേർണൽ എനർജി എന്നുള്ളത് കോൺസ്റ്റൻറ്റ് വോള്യത്തിൽ നമുക്ക് ചെയ്യുന്ന കാര്യമാണ് അല്ലേ? ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ മിക്കവാറും പ്രോസസ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്, ലാബിലൊക്കെ നമ്മൾ ഓരോ പ്രോസസ്സും ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വോള്യത്തിലല്ല, കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ള അന്വേഷണത്തിലാണ് എൻതാൽപ്പി എന്നുള്ള ടേമിൽ എത്തിച്ചേർന്നത്. കോൺസ്റ്റൻറ്റ് വോള്യത്തിലാണെങ്കിൽ അത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കും. അതുപോലെ ഒരു സിസ്റ്റം കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ എൻതാൽപ്പി ഈസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് ദ സിസ്റ്റം, എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഇനി നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ചു, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U2 മൈനസ് U1 ആണ് ഇൻറ്റേർണൽ എനർജി. ഇപ്പോൾ ഒരു സിസ്റ്റം ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്നും സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റിലുള്ള ഇൻറ്റേർണൽ എനർജി മൈനസ് ഫസ്റ്റ് സ്റ്റേറ്റിലുള്ള ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു ക്യൂ. Enthalpy എന്നുള്ള ടേം കൊണ്ടുവന്നത് if the process is carried out at constant pressure. So here the process is carrying out at constant pressure. So instead of Q you can write QP, that is the quantity of heat absorbed at constant pressure. And W is P external into delta V ആണ്. Delta V എന്ന് പറഞ്ഞാൽ change in internal energy V2 minus V1, final volume minus initial volume. External എന്നുള്ള ടേം ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ദ പ്രഷർ അറ്റ് വിച്ച് ദ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട്. ഇനി നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ ക്യൂ പി മൈനസ് പി വി ടു മൈനസ് പി വി വൺ മൈനസ് പി വി ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് യു ടു മൈനസ് യു വൺ. ബ്രിങ് ദിസ് ടേം ടു ദിസ് സൈഡ്. ദെൻ യു ടു പ്ലസ് പി വി ടു ഇതിനൊരൊറ്റ ടേമായിട്ട് എഴുതുന്നു മൈനസ് U1, this U1, then this plus PV1 ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ
ഇങ്ങനെ വരുന്നു, മൈനസ് പി വി വൺ ആവുന്നു. മൈനസ് നമ്മൾ ബ്രാക്കറ്റിന് പുറത്ത് എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് പ്ലസ് പി വി വൺ ഈക്വൽ ടു ക്യൂ പി. ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ആൻഡ് വി നോ ദാറ്റ് എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി. സോ u2 plus pv2 can be written as h2 minus u1 plus pv1. u plus pv is h, so u1 plus pv1 can be written as h1 equal to qp. Final enthalpy minus initial enthalpy is change in enthalpy delta H is equal to qp. This is another important thermodynamic convention. Qp is equal to delta H. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത് QV ഈക്വൽ ടു ഡെൽറ്റ യു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് QP ഈക്വൽ ടു ഡെൽറ്റ എച്ച്. ദാറ്റ് ഈസ് ഇഫ് എ സിസ്റ്റം absorbs a quantity of heat at constant pressure, it is used for increasing its enthalpy. QP is equal to delta H. Clear ആയില്ലേ? QP is equal to delta H. അപ്പോൾ ക്യൂപിയും ക്യൂവിയും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചുമാണ്. ഇനി ആക്ച്വലി ദിസ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു വിൽ ബി ദ സെയിം ഇഫ് ദ സിസ്റ്റം ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഓർ സോളിഡ് സ്റ്റേറ്റ്. കാരണം ലിക്വിഡ് സ്റ്റേറ്റ് ആയാലും സോളിഡ് സ്റ്റേറ്റിലായി കഴിഞ്ഞാലും വോള്യൂം ചേഞ്ച് അത്ര അധികം ഉണ്ടാവില്ല. അതായത് റിയാക്റ്റൻസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എല്ലാം ലിക്വിഡ് സ്റ്റേറ്റിലോ സോളിഡ് സ്റ്റേറ്റിലോ ആണെങ്കിൽ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ അവിടെ വോള്യൂം ചേഞ്ച് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആയിരിക്കും. നമുക്കറിയാം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി ആണ്, എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഞാൻ പറഞ്ഞു നിങ്ങളോട്, എച്ച് എന്നുള്ളതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ചേഞ്ച് ഇൻ എൻതാൽപ്പി മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിന് വേണ്ടി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം സിസ്റ്റം സ്റ്റേറ്റ് 1 നിന്നും സ്റ്റേറ്റ് 2 പോകുന്നു. ഇൻ സ്റ്റേറ്റ് 2 യു ക്യാൻ റൈറ്റ് H2 is equal to U2 plus at constant pressure PV2 എന്ന് എഴുതാം. അതുപോലെ H1 is equal to in state 1 U1 plus PV1 എന്ന് നമുക്ക് എഴുതാം. ദെൻ ഇത് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് 2 ആണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ 1 minus 2 will give you H2 minus H1 is equal to U2 minus U1 plus P into V2 minus V1 എന്ന് എഴുതിക്കൂടെ. H2 minus H1 is delta H equal to delta U plus P delta V എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് ബേസിക് ഇക്വേഷൻ ഫോർ എൻതാൽപ്പി എങ്കിലും ഇത് യൂസ്ഫുൾ ഇക്വേഷൻ അല്ല. കാരണം യുടെയും എച്ചിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂ ആസ് എച്ച് വാല്യൂ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും മാത്രമാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ ഏതാണ്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇനി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഒരു സിസ്റ്റം ലിക്വിഡ് സ്റ്റേറ്റിലോ സോളിഡ് സ്റ്റേറ്റിലോ ആണെങ്കിൽ ഡ്യൂറിങ് ദ റിയാക്ഷൻ ദർ വിൽ നോട്ട് ബി കൺസിഡറബിൾ ചേഞ്ച് ഇൻ വോള്യൂം. അപ്പോൾ നോക്കൂ, വോള്യൂം ചേഞ്ച് നെഗ്ലിജിബിൾ ആണെങ്കിൽ ഒരു ലിക്വിഡ് വേറൊരു ലിക്വിഡായിട്ട് മാറുമ്പോൾ വോള്യൂം ചേഞ്ച് കാര്യമായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ സോളിഡും. അപ്പോൾ ആ കണ്ടീഷനിൽ ഡെൽറ്റ വി ക്യാൻ ബി ടേക്കൺ എസ് 0. ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ വോള്യൂം. So delta V equal to 0 and P delta V becomes 0. So delta H is equal to delta U. So enthalpy changeum internal energy changeum same ആയിരിക്കും if the reactants and products are in liquid state or solid state. മനസ്സിലായല്ലോ? അപ്പോൾ QP is equal to QV ആയിരിക്കും. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം ആയാലും കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എൻതാൽപ്പി ചേഞ്ചൊക്കെ സെയിം ആയിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്,
there will be considerable change in volume. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു എക്സാമ്പിൾ എഴുതി നോക്കുകയാണെങ്കിൽ N2 + 3H2 gives 2NH3. എല്ലാം ഗ്യാസ് ആണ് ഇതിൽ. ഇത് കണ്ടാൽ ഇക്വേഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും 1 വോളിയം നൈട്രജൻ റിയാക്ട്സ് വിത്ത് 3 വോളിയം ഹൈഡ്രജൻ, അല്ലെങ്കിൽ 1 ലിറ്റർ 3 ലിറ്റർ, ടോട്ടൽ 4. ഇവിടെ റൈറ്റിൽ എത്രയുണ്ട്? 2 വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഗേഷ്യസ് റിയാക്റ്റൻ്റ് ഗേഷ്യസ് പ്രൊഡക്റ്റായിട്ട് മാറുന്ന സമയത്ത് വോള്യത്തിൽ നല്ല ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ΔH = ΔU എന്ന് എടുക്കാൻ പറ്റില്ല. എപ്പോൾ മാത്രമേ ΔH = ΔU ആവുള്ളൂ? ഇഫ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഓർ സോളിഡ് സ്റ്റേറ്റ്. ഇനി ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ ആ ചേഞ്ച് ഇൻ വോള്യം മെഷർ ചെയ്യുക എന്നുള്ളതും വളരെ എളുപ്പമല്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വേറൊരു ടേം കൊണ്ടുവരികയാണെങ്കിൽ അത് കൂടുതൽ എളുപ്പമായിരിക്കും. അതിന് നിങ്ങൾക്കറിയാം, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. PV = nRT. ഇതേതാണ്? ഇറ്റ് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. അപ്പോൾ സിസ്റ്റം സ്റ്റേറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ സ്റ്റേറ്റ് 1ൽ നിങ്ങൾക്ക് എഴുതാം PV1 = N1 × RT. N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ്. അറ്റ് കോൺസ്റ്റൻറ്റ് pressure and temperature, you can write the ideal gas equation as PV1 = N1 RT. Suppose N1 is the number of moles of reactants. In state 2, അതായത് റിയാക്ഷൻ കഴിഞ്ഞ് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ PV2 അവിടെ വോളിയം ചേഞ്ച് ഉണ്ടായിരിക്കും, = N2 × RT. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? PV2 - PV1, 2 - 1, that is P × V2 - V1 = ഇവിടെ RT രണ്ടിൽ സെയിം ആണ്, RT × N2 - N1, RT × N2 - N1, that is P ΔV = RT ΔN. അപ്പോൾ നമുക്ക് ഒരു റിയാക്ഷനിൽ വോളിയം ചേഞ്ച് പ്രത്യേകിച്ചും ഗേഷ്യസ് സ്റ്റേറ്റിലാകുമ്പോൾ മെഷർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വോളിയം ചേഞ്ചിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ടേമാണ് ഇത്. സോ ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ΔH = ΔU + P ΔV എന്നുള്ളതിന് പകരം എന്ത് എഴുതാൻ പറ്റും? RT ΔN. നോക്കി നോക്കൂ, ഈ ഇക്വേഷൻ ഞാൻ മാറ്റി എഴുതുന്നു. ΔH = ΔU + P ΔVക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? RT ΔN എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഗേഷ്യസ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്. ΔH = ΔU + RT ΔN. വേർ ΔN എന്താണ്? ΔN നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ്, that is N2 - N1. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ കേസ് എടുത്ത് നോക്കൂ. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് 2 ആണ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ് 1 + 3 = 4. സോ N2 - N1 നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻറ്റ്, ഇറ്റ് ഈസ് 2 - 4 which is = -2 ആണ്. അപ്പോൾ ΔH = ΔU + RT ΔN. So what is the relation between enthalpy change and internal energy change in the case of gaseous reactant and product? ΔH = ΔU + RT ΔN. And for solids and liquids endu parayam? ΔH = ΔU. What is the general equation? ΔH = ΔU + P ΔV. അപ്പോൾ ഇത് മൂന്നും ഓർമ്മയുണ്ടാവണം. What is enthalpy? Enthalpy is the total heat content of the system. Mathematically, H is equal to U plus PV. That is, enthalpy is sum of internal energy and pressure volume energy. And ഈ relation ഓർമ്മയുണ്ടാവണം. Quantity of heat absorbed at constant pressure equal to delta H. Quantity of heat absorbed at constant volume is equal to delta U. അപ്പോൾ ഈ റിലേഷൻസ് എല്ലാം കൃത്യമായിട്ട് അറിയണം.